ഇൻഷാല്ലാ ഞാനുണ്ട് എല്ലാരും അടിപൊളി കല്യാണം. നിങ്ങൾ ചിരിച്ചണ്ട, നല്ല രസമുണ്ട്. ഈ രാത്രി പൊതുവെ പെണ്ണുങ്ങൾക്ക് മീൻ കൊണ്ടുതന്നെ ഇഷ്ടം ഉണ്ടാവൂല. സത്യം ഒന്ന് കമന്റ് ചെയ്യും. എല്ലാരും നിങ്ങളെവിടെ നിങ്ങളെന്താ വീഡിയോ ഇടാത്ത നിങ്ങളെ കാണും. ഹലോ ഗൈസ്, അസ്സലാം വലൈക്കും. നേരെ വൈകുന്നേരം ഇപ്പൊ അമ്മമ്മയും ആനും അമ്മായി ഉണ്ടിട്ട് അങ്ങനെ വരുന്നത്. എന്താ വെച്ചാല് പല്ലിന്റെ പരസ്യം കടുത്തരാൻ വന്നാണ് ഉമ്മമ്മ. അത് കുടിച്ചൂല അമ്മായി. ആ പാല് ഡെക്സോലാക്കാണ്, കുടിച്ചണില്ല. ഒന്നും കുടിച്ചണില്ല. ഒരു നേരം ആ പാൽപ്പൊടി കൊടുക്കാലോ വിചാരിച്ച് വാങ്ങിയതാണ്. കുടിച്ചിട്ടില്ല. എല്ലാരും നിങ്ങളെവിടെ നിങ്ങളെന്താ വീഡിയോ ഇടാത്ത നിങ്ങളെ കാണും. നമ്മള് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു, നാട്ടിലില്ല. എന്നെ ഇപ്പൊ മോട്ടം വന്നിട്ടില്ല. ഓന്റെ വണ്ടി കേടായിട്ട് നമ്മളെ സ്കൂട്ടിയില്ലേ, അത് കേടായിട്ട് കോട്ടക്കലാണത്. ഇന്നലെ ഞായറാഴ്ച എന്നേ കിട്ടുള്ളത്. ഇന്നലെ കേടായതാണ്. അപ്പൊ അതിന്റെ പണിയിലൊക്കെ ഏണി അത് നന്നാക്കിട്ട് ഒന്ന് രാത്രി എത്തുള്ളൂ. തിരക്കന്നെ ഏണി. ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നാട്ടിലില്ല. ഇപ്പൊ 2 ദിവസം എന്റെ അടുത്ത് അങ്ങോട്ടും പോകും ചെയ്തിരുന്നു. ഓലൊരു ടൂറൊക്കെ കഴിഞ്ഞ് നിക്കാണ് അല്ലേ? ടൂറൊക്കെ കഴിഞ്ഞ് ചെറിയൊരു എന്താണ് ഇപ്പൊ മറ്റേ ഇവരൊക്കെ ഷാനിന്റെ പേർക്കാരൊക്കെ എന്തിനാ. അപ്പൊ ഓലൊക്കെ കാണാനും പോയി. ഇങ്ങനെ ഓരോ തിരക്കിലായി പോയി. ഓളെ വാപ്പമ്മ അനുവിനെ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ അതിനെ കാണാൻ വേണ്ടിട്ട് പോയി. പിന്നെ അതിന്റെ ഓപ്പറേഷൻ മിഞ്ഞാന്നാണ്. അപ്പൊ ഇനി ഓലൊന്നും കാട്ടിയില്ല, ഓലെ വീഡിയോ എടുത്തിട്ടില്ല. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ, വീഡിയോ ഒന്നും എടുക്കാന്. അപ്പൊ അതാണ് കുറച്ച് തിരക്കിലേനി. ഈ മാസം ഫുള്ള് വീഡിയോസും കാര്യമൊന്നും ഇല്ല. വീഡിയോസ് ഇങ്ങനെ വരട്ടെ വരും. അമ്മമാന്റെ പല്ല് പോയപ്പോ വേറെ മുഖമായി അറിയാം. ആളാകെ മാറിയ പിന്നെ വാതിലൊക്കെ മുട്ടി ലൈറ്റിട്ട് പോകുന്ന കാരണം എന്താണ് ഇപ്പൊ എല്ലോട്ടും പാമ്പല്ലേ, അതുകൊണ്ടാണ് പേടി. അങ്ങോട്ട് കൊണ്ടേ കൊടുത്തു. മാങ്ങച്ചാറോ കറുത്തുകണ്. ഇതൊക്കെ വെറുക്കും. ഇനി വെയിലുള്ളൂലല്ലോ, മറ്റേ വെയിലത്ത് കുറച്ച് ട്രാവലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് വീഡിയോയില് നമ്മള് കാട്ടിയിട്ടില്ലേ? ഇനി എന്നാള് ഓല കൊടുക്കാര് എന്റെ കുട്ടിന്റെ അവിടുത്തെ കൊറേ ബേക്കറികൾ തന്നേനി. ഇങ്ങോട്ടും പീപ്പിൾസ്ക്കും നമ്മളെ അയൽവാസിക്കും പൂമോക്കും എല്ലാവർക്കും കൊടുത്തു. ഓരി വെച്ചൊക്കെ കൊടുത്തു. അത് നമ്മള് വീഡിയോയില് കാണില്ല, നേരം കിട്ടിയില്ല. നമ്മള് വീഡിയോ എടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഓലിക്ക് ഓലോടെ അങ്ങനെ ഇതുണ്ടോലോ, നിശ്ചയം കഴിഞ്ഞാ ബേക്കറി കൊടുക്കണം തന്നെ. അതിനെ കുറഞ്ഞു പറഞ്ഞോല്. കാരണം ഓലെ അപ്പന്മാരെയും കൊണ്ടാണ് ഇങ്ങോട്ട് ആശുപത്രിക്കൊന്നല്ലേ. അപ്പൊ പെട്ടെന്ന് ഇല്ലൊക്കെ എടുത്താണ്ട് പോന്നാണല്ലോ. അപ്പൊ ഇൻഷാല്ലാ ഞാനുണ്ട് എല്ലാരും അടിപൊളി കല്യാണം. ഇനി കല്യാണം അല്ലേ? ഇനി സെറ്റപ്പ്. അതായത് എല്ലാരും പ്രതീക്ഷിക്കാതെ വേറെ സ്ഥലത്താണ്. അത് പിന്നെ നമ്മള് വലിയ ആഡംബരമായിട്ട് അങ്ങനത്തെ ഇതിലല്ല പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും അല്ലേ? എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സസ്പെൻസ് ആണ് കേസ്. എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യേ, ഒന്ന് ക്ഷമിക്കുക അല്ലേ? അതെ. ഒരു 3-4 കൊല്ലം കൂടി പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ കുട്ടിയാണോ? ചെറിയ കുട്ടിയൊന്നല്ല, 10 വയസ്സായി. ജോലിയൊക്കെ ആകണം. അവർക്ക് ജോലി ഇല്ല ആൾക്കാരൊക്കെ ജോലിക്കാരും പോലീസ് പട്ടാളൊക്കെ എല്ലാ ടീമാണ്. ആഗ്രഹമാണ് മക്കളെ പഠിപ്പിച്ചത്. നമുക്ക് ഓല് പഠിച്ചട്ടെ, പഠിത്തം കഴിഞ്ഞിട്ട്. ഇപ്പത്തെ പെൺകുട്ടികളൊക്കെ പഠിച്ചല്ലേ. എന്തെങ്കിലും കൊറേ നേരം നോക്കണ്ടല്ലോ. എവിടോ കണ്ടിക്കണ ആരൊക്കെ പോയി വന്നിക്കണ അന്തോട്ട് നോക്കാൻ. കരയാൻ പാടില്ല. ഞാൻ അടുത്ത് ഞാൻ കരയാൻ പാടില്ല. എടാ ഈ പെരിക്കണ്ടോ തറവാട്ടിലുണ്ടോ? എന്താ പറയുന്നു? ഞങ്ങൾക്ക് 3 ആമക്കൾ. സീന് വരട്ടെ, എല്ലാരും വരട്ടെ. അനക്കറിയടാൻ വരുന്ന ഡേറ്റ് അറിയല്ലേ? ഇവനൊക്കെ അറിയട്ടോ.
ഇന്നൊരു കരച്ചരി അറിയോ കതച്ചിട്ട് പിന്നെ ആദ്യം രാത്രി കുളിപ്പിച്ചു ഇന്ന് രാവിലെ കുളിപ്പിച്ചു ഇങ്ങനെ കുളിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ വല്ലാതെ തോന്നൊന്നും വേണ്ട സുഖം പോലെ ആളില്ലാതെ അവിടെ ഒറ്റക്കല്ലേ മറ്റേ കൂളറാണാ വയ്ക്ക നഷ്ടോ നഷ്ടല്ല ആ മസ്റ്റാണ് പക്ഷെ കുട്ടികളുണ്ടാകുമ്പോ പറ്റൂല വെള്ളം ഒഴിച്ചാണ് അതൊന്നും കൊഴപ്പല്ല ചെറിയ വള്ളത്തരിയായിട്ടാ വരിക കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഇതാക്കാൻ പാടില്ലെന്നുള്ളൂ ആണോ ചെറിയ ചെറിയ ഇപ്പൊ നമ്മളിതില് വെള്ളം ഒഴിച്ചിട്ട് സാധനമാണെന്നുണ്ടെങ്കില് ആ വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ചെറിയ തരിയായിട്ടൊക്കെ വരിക ജലദോഷം പെട്ടെന്ന് പിടിച്ചു പക്ഷെ വെള്ളം വരാത്ത മറ്റേത് രണ്ടു വിധത്തിലാക്കാം വെള്ളം വരാത്ത ആക്കാം വെള്ളം വരുന്നത് നോക്കാം ഇനി വെള്ളം വേണോ വെള്ളം ഒഴിച്ചാൽ കുറച്ചുകൂടി തണുപ്പുണ്ടാവും പറഞ്ഞേ വാങ്ങണം പറയണ്ടല്ലോ അതിനവിടെ ഇമ്മമ്മ അവിടെ വന്നു പിന്നെ അതാണ് പറഞ്ഞ വെയിലത്ത് കളിച്ചാൽ മോട്ടന്റെ ഇത് ട്രൈ ചെയ്തോക്ക് ആവശ്യം ആ കൂളറല്ലേ ഞങ്ങളവിടെ ചെന്നിട്ട് ഞങ്ങളെ പീപ്പിൾസ് ചെന്നിട്ടേ പുയിങ്ങാണ് അവിടെ തിരുമ്പില്ല അവിടെ മണ്ണിട്ട് ഇതിട്ടിക്കണോ റോഡ് നന്നാക്ക നന്നാക്കലോ വീട്ടിൽ അതിലങ്ങനെ പോയിട്ട് ആദ്യം എങ്ങനെ പീപ്പിൾസ് ആണല്ലേ ഇവനൊക്കെ പള്ളിയിലുള്ള ടൈമില് ആകെ കുത്തി കൊലുങ്ങി വെള്ളം കൊടുക്കടി വെള്ളമൊക്കെ നട ക്ലാസ്സിലാക്കിക്കണ് ഇതവന്റെ ക്ലാസ്സിലുള്ള അത് അടിക്കാൻ ഞാൻ സ്പൂണിലല്ലേ കുടിച്ചാ ഞാൻ അങ്ങനെ വെള്ളാക്കിയപ്പോ തടുപ്പ് പോവും പാലും കുപ്പിയിലാക്കിയത് ഇനി പിന്നെ ഞാൻ ഇതിക്ക് ഒഴിവാക്കിയ അതില് പാലാക്കിയപ്പോ ഇത് പോയി മേലേക്ക് ചിരിച്ചു ഓനുമില്ല അമ്മമാരെ മൂന്ന് അപ്പം പോയി നീ അടുക്കളത്തെ പാല് വെച്ചിട്ട് നോക്ക് നമുക്ക് ചിത്താന്തായി ഉറക്കം വന്നിക്കണം മേല് കഴിക്കിപ്പോ വൈകുന്നേരം ട്രൗസർ ഇപ്പൊ നിങ്ങൾ വന്നപ്പോ എടുത്താണി വീഡിയോ വിചാരിച്ചിട്ടേ സാറില്ല അവിടെ ഇരുന്നാ ഇവന്റെ നേരിക്കേ വെള്ളം ഒഴിച്ചാണൊക്കെ എടുത്തിട്ടോ മാത്രം കുട്ടികൾക്ക് ഭയങ്കര കേടാ ഈ ചൂടത്ത് ഒന്നൊന്ന് വിഷയമില്ലാതെ തോന്നിച്ചേ ഞങ്ങൾക്കൊന്ന് ഫാന് മാണ്ടാത്ത ആൾക്കാരാ നമ്മളൊക്കെ അല്ലേ പക്ഷെ ഇച്ചാതി ഇച്ചൊന്ന് മാട എന്നിട്ട് ഇപ്പലൊക്കെ പറയും ഇവിടുത്തെ എമ്മയും കുന്മാനൊക്കെ പറയും ഇറ്റങ്ങൾ എന്ത് ജാതിയാണ് ഓൾക്ക് 2-3 ഫാന് കാണോ മഴക്കാലത്ത് വിയർത്ത് കുളിച്ച കുട്ടിയെ നോക്കുന്ന ആളാണ് നിങ്ങൾ ആരോടാ പറയും അതൊക്കെ അതിന് ചേലയിക്കണ് അവന്റെ കജ്ജിലെ കുട്ടിനെ കിട്ടിക്കണ് നീ എന്നാ പല്ലിടുക പല്ല് അല്ല ഇനി എന്നാ പല്ല് വരിക നാളെ അളവ് കൊടുക്കാൻ പോകൂലേ എന്നിട്ട് പോവാ ഞാൻ പെടിക്കല്ലേ പല്ലക്കാനോ ചെറിയില്ലേ അതേ നീളത്തിലും അതേ ടൈപ്പ് എത്ര കൊമ്പൊന്നല്ല പല്ലന്നെ നിങ്ങൾ ചിരിച്ചണ്ട നല്ല രസമുണ്ട് ഇനി പല്ലു ആര് പല്ലൊന്നല്ല ഇങ്ങനെ ഇതാക്കണ് ഇല്ല മാറ്റണം ഫോണിന്റെ ചില്ലിന്റെ ആകെ പൊട്ടിക്കണോ പറയാൻ മാറ്റിട്ടില്ലേ എന്നാളും എന്നോട് മാറ്റാൻ പറഞ്ഞേ നീ നോക്കിക്കടാ ഇത് കണ്ടില്ലേ ഇത് വെച്ച്
ഇവിടെ മീൻ ഉണ്ടായിന് കറുത്ത് മുഖം വല്ലാതെ കറുത്തിട്ടില്ല. നല്ലോ കറുത്തീനാ. ഇനി കുറച്ച് ദിവസം പെരിയുന്നാ മതി. ഇനി എങ്ങനെ ഇരിക്കട്ടെ, അവന് കയ്യുണ്ട്. നാളെ വെക്കും, അത് വെയിലുണ്ട് ഇതല്ലേ, അത് പോവും. അപ്പൊ ഈ കുഞ്ഞാനൊക്കെ നോക്കിയാ എത്ര കൊല്ലായി ഞാൻ പറയുന്നാ തന്നെ നിങ്ങള് കറുത്തിട്ടില്ല അറിയും ഞാന്. ഞമ്മളൊക്കെ ആണെങ്കിലോ കറുത്ത് ചോത്തക്ക് തൊലി പോകുവേ. അന്തിക്ക് വന്ന് തൊലി പോയാലേ സബോളി തേക്കല്ലേ, ഇപ്പഴത്തൊക്കെ ഒരു കൂരി പോരും ചുമന്നാകെ. ഇപ്പൊ ഇതും അടിച്ചില്ലേ, വെൽഡിങ് അടിച്ചില്ലേ, അതിന്റെ തീപ്പൊരിയും ചൂടും ഈ വെയിലും. ഞാൻ പറയും പച്ചക്കറി പീടിയിലോ തുണിപ്പീടിയിലോ അതിന് അങ്ങനെയൊന്നും പോകൂല. ഒരു ചെറുപ്പത്തിലേ പഠിച്ച പണിയല്ലേ, ഇനി മാറ്റും. ഇങ്ങനെ നമ്മുടെ കുട്ടികളെ ഇവരെയും കാണാൻ വെറുതെ പെണ്ണുങ്ങളെ കുട്ടികളെയും കാണാൻ എന്നിട്ട് എന്ത് കാര്യം അല്ല അങ്ങനല്ല. എല്ലാരും അതാ പറയാ. ഇപ്പൊ അവിടുത്തെ ഉപ്പാനെ കണ്ടില്ലേ, പറഞ്ഞ അല്ല അങ്ങനത്തെ അവിടെ എല്ലാ കാലം അവിടെ കഷ്ടപ്പെട്ട്. ആ നരമ്പിന്റെ ഗുളിക കുടിച്ചു ഇപ്പോഴും. ഇപ്പൊ നീച്ചണെങ്കി മന വിളിച്ചാണ്ട് ബുഗലിന് കുറവുണ്ട്. എന്താ കാട്ടണം അടങ്ങിയാല് ഉപ്പാന്റെ കാര്യത്തിലുള്ള നമുക്ക് അല്ലാത്തൊരു കുഴപ്പമില്ല. ഇപ്പപ്പാനെ നോക്കാനായപ്പോറ്റിനേ കുട്ടികളെ കണ്ട് കളിപ്പിച്ച് നിക്കാനായപ്പോ വെജായും കൊണ്ട് ഗൾഫിന്ന് വന്നേ. ഇപ്പൊ പേരക്കുട്ടികളെ ചോക്കിനെ കണ്ടിട്ടില്ല, കളിപ്പിച്ചിട്ടില്ല. ഋതുവിനെ പ്രസവിച്ചിട്ട് ആ പോക്ക് പോയി. പിന്നെ ഒരു വരുമ്പാട് വന്ന് പിന്നെ വെജാതെ വന്ന്. ആരിലും തന്നെ എടുക്കി അറിയേ പല്ലൊക്കെ വരാനീക്കണ്. 6 മാസമൊക്കെ ആകുമ്പോഴല്ലേ മാമ? 8 തുടങ്ങൂലേ അത് വണ്ടിന്റെ കജ്ജിനൊരു കജ്ജടിച്ച് പല്ല് വന്ന ടൈമില് ഒന്നും അറിയാതെ തള്ളിക്ക് വെല്ലിട്ടെടുത്താ ഡീച്ചാണ്ട് പിടിച്ചു. എന്തൊക്കെ പൊന്നീച്ച മതിയെന്ന് എന്റെ കാക്കാരെ കാര്യം അറിയണേ, എന്റെ കാക്കന്മാരെ. എനിപ്പോ ആകെ കുരുവാണ്, ചൂടുകുരി. ചൂടുകുരു എന്തായിപ്പോ കണ്ണ് മാറി, പിന്നെ മൂക്കായി. മൂക്ക് മാറി ഈ കണ്ണാ പുതിയ. അതിലൊക്കെ ഉണ്ട്, ഇതിലൊക്കെ ഉണ്ടോ വേറെ, പക്ഷെ കണ്ണ് വീങ്ങിക്കണ്. അതങ്ങനെ ഉണ്ടാവുകയാണേ, പടരാണ്. കിൽക്കുണ്ടേ ഇനി അവന്റെ ഇതിപ്പോ ഇന്നലെ വാങ്ങിയത്. ഇല്ലതൊക്കെ കാക്കോര് പൊട്ടിച്ചാണേ. ആകണ് പോയോ കേട്ടോ അതാണ്. കൊണ്ടോ പോട്ടെ ഞങ്ങള് അത് പോട്ടോ. അതെ എത്ര പിന്നെ ചെറിയ കുട്ടികളെ കച്ചി ഓൾക്കൊക്കെ തൊള്ളിക്കാ. ഇവന്റെ കൈ എപ്പോഴും തൊള്ളിയിലേക്കാരി, കൈ ഫുള്ള് മൊത്തം. എന്നാ പോയിക്കോളി. എന്തൊക്കെയാണ് ഉള്ളി പൊറുക്കണ്? എന്താ നേരം വൈകിയേ? പോയപ്പോ എങ്ങനെയല്ലേ ഇനിയല്ലോ കോലം? പോയപ്പോ എങ്ങനെയല്ലേ ഇനിയല്ലോ കോലം ചോദിച്ചേ. എന്താ നിങ്ങൾ കൊടുന്ന മീന്റെ പഞ്ഞിയോ? ഇന്നും മത്തിയ വാങ്ങിക്കണേ. ഇനിയിപ്പൊ ഒന്നും മത്തിയേക്കാറ്. ഇന്നലെ മിഞ്ഞാന്നും മത്തി, എന്നും മത്തി.
അപ്പൊ പഞ്ഞി എന്ന് പറയുന്ന മത്തിന്റെ പഞ്ഞൊന്നല്ല കേട്ടോ, ഇത് ചെമ്പല്ലിന്റെ പഞ്ഞാണല്ലോ. ഇതൊക്കെ തിന്നണ കാര്യം അറിയില്ല, ഞങ്ങൾ തിന്നല്ലോ. കുഞ്ഞാൻ പറയുന്ന എല്ലാരും വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് കാരണം വാങ്ങിയതാ അത്. പിന്നെ ഒരു കാര്യം ചോദിച്ചട്ടെ, മീൻ വെക്കണമെന്ന് നാളെ വെച്ചാ പോരെ? മീൻ വെക്കണ്ടേ പിന്നെ? മത്തിയെ കൊടുന്നിക്കണതേ ഞാൻ ഉച്ചക്ക് ശരിക്കും ചോറുന്നിട്ടില്ല. എത്ര കൂട്ടാന്? ഇന്ന് ഞാന് അവിൽ മിൽക്ക് അടിച്ചു. തന്നെ അവിൽ മിൽക്ക് ചൂടായുണ്ടല്ലേ? 10 മണിക്ക് പൊറാട്ട തന്നിട്ടേ ഉച്ചക്ക് തിന്നാൻ പോകില്ല. അവിടെ എന്തായാലും മീന് പൊരിച്ചാൽ നിർബന്ധ മസ്റ്റാണ്. വേറെ എന്തേലും കഷ്ണ മീന് വേറെ നന്നാക്കാത്ത മീനാണ് ഈ രാത്രി. ഞങ്ങള് പെണ്ണുങ്ങൾക്ക് ഇതൊരു ഇടങ്ങേറാണ്. കൂട്ടാൻ ഉച്ചക്ക് ഉണക്കമീനും പപ്പടം മതിയല്ലോ. അത് മതി. അപ്പൊ മീൻ മട പഞ്ഞച്ചാ മതിയോ? പഞ്ഞച്ചാ മതി. മത്തി നന്നാക്കണോ? മത്തി ഒരു 3 നാളിന് നന്നാക്കണം. നിങ്ങൾക്കാണല്ലേ നിർബന്ധല്ലേ? ഞാൻ കുട്ടീനെ എടുക്കണ്ടേ? കുട്ടിനെ എടുക്കണ്ടേ? മീൻ മണക്കൂലേ? അത് വല്ലാതെ ആവോ? ആ ഒരു 5 മിനിറ്റ് ഞാൻ കൂടി തരേ. മീൻ നന്നാക്കണം. വേണ്ട, പൊരിച്ചാനൊക്കെ ഞാൻ കൂടി തരാം. വേണ്ട. അത് നന്നാക്കണം നിർബന്ധല്ലേ? നിർബന്ധാണ്. പാവല്ലേ, ഉച്ചക്ക് ചോറിനകത്തൊക്കെ അല്ലേ. അപ്പൊ ഇതെല്ലാം മീൻ നന്നാക്കാൻ പോട്ടെ. നിങ്ങൾക്ക് തിന്നാലോ. ഞങ്ങൾക്ക് ആ പഞ്ഞി തിന്നോക്കട്ടെ. അതല്ലേ പറഞ്ഞത്, പഞ്ഞിന് മീൻ നിങ്ങൾക്ക് വേണ്ട. മീൻ വേണ്ട, പഞ്ഞി നിങ്ങൾക്ക് വേണ്ടേ? അപ്പൊ ഏതായാലും പൊരിച്ചണ്ടേ? അത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതേതായാലും മെനക്കെടില്ലല്ലോ, നന്നാക്കണ്ടല്ലേ. ഈ രാത്രി പൊതുവെ പെണ്ണുങ്ങൾക്ക് മീൻ കൊണ്ടുതന്നെ ഇഷ്ടം ഉണ്ടാവൂല. സത്യം, ഒന്ന് കമന്റ് ചെയ്യും. നന്നാക്കിയ മീനൊക്കെ വേണല്ലേ? മറ്റേ എന്താണ് കഷ്ണമീന് ഒന്ന് കമന്റ് ചെയ്യണ്ടിട്ട് എല്ലാരും. മീൻ രാത്രി കൊണ്ടുവരുന്നത് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ഇല്ലേ? പെണ്ണുങ്ങൾക്ക് പൊതുവേ ഇഷ്ടം ഉണ്ടാവൂല, ഉറപ്പാണ്. രാത്രി ഞാൻ നേരെ ഫ്രിഡ്ജിൽ കയറ്റലേക്കാരം എല്ലാരും. കറി കൊണ്ടുവരാനായിരുന്നു ഹോട്ടലിന്. നന്നാക്കാൻ നിൽക്കണ്ടല്ലോ, അതിന് അവിടെ പോയി തിന്നാ പോരല്ലേ? ലാസ്റ്റ് അങ്ങനെയാവും. അപ്പൊ ഞാൻ മീൻ നന്നാക്കട്ടെ. അപ്പൊ നമുക്ക് വീഡിയോ അതിന്റെ പോയിക്കല്ലോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.